ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയുടെ ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ രാവിലെ ഷൂട്ടിങ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് കാര്യമായിട്ട് ഇന്ന് എന്താണെന്നറിയില്ല, നമുക്ക് സാറ്റർഡേയിൽ ഒന്ന് പതിവില്ലാതെ ഒന്ന് വലിയൊരു പണി ഉണ്ടായിരുന്നു. പണി ഇതുകൊണ്ട് തന്നെ എൻ്റെ കൈ തന്നെ കണ്ടാൽ മനസ്സിലാണ്. ഇന്ന് ഈ പണി എന്തെന്നല്ല, നമ്മൾ തേങ്ങ ഒലിക്കുന്ന ഒരു പണിയാണ്. നല്ല കറ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കുറച്ച് മുറിവിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പണിയുള്ളത് കൊണ്ട് എനിക്ക് ഇന്ന് ഷൂട്ടിങ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതോ ഇൻസ്റ്റയിൽ കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി ഉടൻ തന്നെ വരുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഒരുപാട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അതും ഒരുപാട് കമൻറ്റ് ഉണ്ട് ഗൈസ്. അത്രക്കും കമൻറ്റാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കമൻറ്റ് ചെയ്തത് എവിടെ പോയി ചേട്ടാ നിങ്ങളെ കാറ്, നമ്മൾക്കുള്ള കാറുടെ ഗിഫ്റ്റ് ഇടാൻ ചോദിച്ചിട്ടുണ്ട്. ആ കാർ നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ ഒരു വീഡിയോ, അതായത് ആ കാർ വാങ്ങുന്ന അൺബോക്സിങ് വീഡിയോ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഗൈസ്. അതിൻ്റെ ഫുൾ വീഡിയോ വരും ഉടൻ തന്നെ. ആയിട്ടില്ല അതുവരേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോഴത്തേനും നമുക്ക് നോക്കാം അത്യാവശ്യത്തിന് ആരാണ് അധികം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേനും നിങ്ങൾക്ക് മുമ്പിൽ തന്നെ നിങ്ങൾക്ക് കാർ തരുന്നതാണ് ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഉടൻ തന്നെ അതുപോലത്തെ കൊച്ചു വീഡിയോസും വലിയ വീഡിയോസും നിങ്ങളെ കൺമുമ്പിൽ ഇതുവരേക്ക് വരുന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്തി. അപ്പോഴുണ്ട് നമ്മളെ ക്യാമറമാൻ്റെ അനിയൻ ചെക്കനുണ്ട്. ഇതാ മൂന്ന് അനാമസിനെ നല്ല പിടുത്ത പിടിച്ചിട്ടുണ്ട്. സൈസൊന്നുമില്ല, ചെറുതാണ്, നമ്മളെ കൈയിൻ്റെ പകുതിയിൽ പോയി. പക്ഷേ അനാമസ് നമുക്ക് അറിയാമല്ലോ, അനാമസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എല്ലാം ചെറുതാണ്, ഇത്ര കിട്ടുന്നുള്ളൂ. കാരണം എന്താണെന്ന് നമുക്കൊരു പിടുത്തമില്ല. എന്താണ് ക്യാമറമാനും ഒരു പിടുത്തമില്ല. പക്ഷേ മുഷു അതേപോലെ ബ്രാല് അത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് കിട്ടുന്നില്ല, അടിക്കുന്നില്ല. കണ്ണി പൊട്ടി പോകുന്നു, ചൂണ്ട പൊട്ടി പോകുന്നു, എന്തെല്ലോ വഴിമാർഗം. പക്ഷേ ഇതിൻ്റെ പിന്നാലെ പിന്നാലെ തന്നെ നമ്മൾ ഫിഷിങ് അല്ലാതെ ഇതിൻ്റെ പുറകിൽ വേറെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ തന്നെ വരുന്നതാണ്. അതും ഒരു പക്ഷേ നാളായിരിക്കാം, ഒരു പക്ഷേ ഇന്നായിരിക്കാം, പക്ഷെ മറ്റന്നാളായിരിക്കാം, ഏത് സമയത്തും വരും ഗൈസ്. നിങ്ങൾ ആരും ഒന്നും നമ്മളൊന്നും കരുതിയേക്കല്ല, നമ്മൾ ചെയ്യും. അതിനൊരു സമയമുണ്ട്. ഓരോ സമയത്ത് വൈകുന്നേരം സ്കൂൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആകെ കഴിയാത്തത്. അപ്പം നാളെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഏകദേശം നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏകദേശം നോക്കുന്നുട്ടാ. നമ്മളെ നാളെ മുതൽ ഏകദേശം നമ്മളൊരു വീഡിയോ 1-2 വീഡിയോസ് ഉണ്ടാകും. കുറച്ച് അധികം തന്നെ നമ്മൾ ഇടുന്നതാണ്. കുറച്ച് നമ്മളെ പിള്ളേരെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് താരങ്ങൾ നോക്കുന്നുണ്ട്. അത് നോക്കിയാൽ സബ്സ്ക്രൈബ് താരങ്ങളുണ്ട്. നമ്മളെ പിള്ളേരാണ് കേട്ടാ. ഒരു പേരെന്താ വന്നത്? എന്ത്? വിഷുലാഫി. നമ്മളെ സബ്സ്ക്രൈബ് താറാണ് കേട്ടോ. നമുക്ക് ഇവനെല്ലാം ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോളോ ചെയ്ത് നമുക്ക് അറിഞ്ഞൂടാ. ഫോളോ, സബ്സ്ക്രൈബ്, മാക്സിമം ബെല്ലൈക്കൺ ചെയ്യുക. നിങ്ങളെ 2 ബെസ്റ്റ് ഫ്രണ്ടിനൊന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഇത്ര മാത്രം ചെയ്യണ്ടു. മാക്സിമം നമ്മളുടെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് നമ്മൾ വരുന്നതാണ്. അപ്പം മീൻ നമുക്ക് എത്രത്തോളം കിട്ടുന്ന അറിയില്ല. നമ്മളെ ക്യാമറമാൻ വരും ഗൈസ്, എത്രത്തോളം മീൻ അറിയില്ല. കമോൺ. അത് പറഞ്ഞ ഈ ഒരു ചെക്കനല്ലേ ഈ ഒരു പയ്യനെ നമ്മൾ വെറുതെ ശരിയാവില്ല. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഇതേപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈക്കില്ല, ഷെയറില്ല, ഒന്നുമില്ല വെച്ചോ. എന്നാൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചിലവരെല്ലാം കാണില്ലേ, പെട്രോൾ പഠിക്കുന്ന സമയത്ത് ഒന്നുമില്ല, പെട്രോൾ മാത്രം അടിച്ചു കൊടുക്കുന്നത്. എന്നാൽ പിന്നെ നമ്മളെ വക ഒന്നും ഇല്ലാതെ നമ്മൾ കാറൊന്നും കൊടുക്കുന്നില്ല വെച്ചോ. പക്ഷെ കാറിന് പകരം നമ്മൾ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞൊരു ഗിഫ്റ്റ്. ഇത് ഗിഫ്റ്റ് എന്നല്ല, ഒരു കുഞ്ഞു സാധനം. അത് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാൻ സാധിക്കും ഗൈസ്. അത് അപ്പോൾ തന്നെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മാക്സിമം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ഈ കാണുന്ന പയ്യന് ഒരു സാധനമാണ് പറയുന്നത് ഗൈസ്. എന്താ പറഞ്ഞ എന്തിനോട് എന്താ പറഞ്ഞത്? പൈസ നമ്മളെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പയ്യന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ വക ഒരു 20 രൂപ അല്ലെങ്കിൽ കാർ കൊടുക്കും. നിൽക്കുന്നുണ്ട്. കാറ് വേണോ അല്ല 20 രൂപ വേണോ? കാറ് 20 രൂപ ആണ് എത്ര സമയം പറഞ്ഞിട്ടുണ്ടായി ഗൈസ്. പക്ഷേ ഇപ്പോൾ ഇതാ കാറാണ് പറഞ്ഞിട്ടാ. എന്തായാലും ഇതേ നമ്മളെ ഈ ഒരു താരം പറഞ്ഞിട്ടുണ്ട്. നിൽക്കുന്നുണ്ട് 20 രൂപ ആണ്, അത് കാറ് വേണം. നീ പറഞ്ഞിട്ടുണ്ട് കാറും വേണം പറഞ്ഞ് 20 രൂപ പറയുന്നുണ്ട്. നിൽക്കുന്നുണ്ട് ഇത് കാർ മതിയല്ലേ? അപ്പോൾ ഇവനും കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഫോളോവേഴ്സ് അത്യാവശ്യം കുറവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യാത്തവരുടെ പെട്ടെന്ന് ചെയ്തോ, നിങ്ങൾ കമ്പനി വരും കേട്ടോ. നമ്മൾ അധികമായി നിൽക്കുന്നത് നമ്മളെ കടപ്പുറ ഭാഗത്താണ്. കടപ്പുറ ഭാഗത്ത് തൊട്ടടുത്താണ് നമ്മളെ സ്ഥലം വരുന്നത്. അപ്പം കടപ്പുറ ഭാഗത്ത് നിങ്ങൾ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ
പെട്ടെന്ന് തന്നെ നിങ്ങൾ മൊബൈൽ എടുത്ത് വരണം. മൊബൈലില്ലാതെ ഫോളോ ചെയ്ത് എൻ്റെ മൊബൈൽ വീട്ടിലാണ്, ഉമ്മാൻ്റെ മൊബൈലിലാണ് ഫോളോസ് ഉള്ളത്, അല്ലാതെ ഉപ്പ മൊബൈലാണ്, പാത്രം വെക്കലാണ്, അങ്ങനെ പറഞ്ഞ കാര്യമില്ല. നമ്മൾ മൊബൈൽ മാക്സിമം ഷെയർ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഇതിലൊക്കെ നമ്മളെ ഫോളോവേഴ്സാണ്. മീൻ എവിടെ ഉണ്ടെന്ന് നമുക്കൊരു പിടിച്ചില്ല. ഒരു പൂച്ച കണ്ടാക്കാം. നമ്മളെ മീൻ ഇവിടെ സ്ട്രൈക്ക് അടിക്കൂലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലേ ഗൈസ്. അങ്ങോട്ട് വരിക. ഉണ്ടാവോ ചാൻസ് ഉണ്ട് പറയുന്നത് നമ്മളെ ക്യാമറമാന്. ഈ ഒരു ഭാഗത്ത് കാണും ഗൈസ്. ഇതൊക്കെ നോക്കളെ, ഇതൊക്കെ ഇതേ ആ ഒരു മണ്ണെല്ലാം ചളിയായി പോകുന്ന കണ്ടോ. സംസാരം കൂടുതലുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും മീൻ പേടിച്ച് പായും. നമ്മൾ മിക്കവാറും ചൂണ്ട ഇട്ടിട്ട് പോകണം, എന്നാൽ മാത്രമേ സ്ട്രൈക്ക് അടിക്കുള്ളൂ. സംഭവം ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. നമ്മൾ ഉടൻ തന്നെ ഇതിനെല്ലാം ഷോർട്ട് വീഡിയോസ് എല്ലാം നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ് ഗൈസ്. സമയമില്ല. അതെ, സമയം ഏകദേശം 7 PM അടുത്ത് വരാനായി. സോറി 7 PM, യെസ് 7 PM അടുത്ത് വരാനായി സമയം ഗൈസ്. അപ്പോൾ അങ്ങനെ ആ ഒരു സോറി 7 അല്ല, 6 PM കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 6 PM ആയിട്ട് നമ്മളെ ടൈം ഏകദേശം ഒരു വിധം ആയതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് മാത്രമേ എടുക്കാൻ കഴിയുന്നുള്ളൂ ഗൈസ്, ഓവർ എടുക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ബെസ്റ്റ് 2 കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമ്മൾ സൈക്കിളത്ത് വരുത്തു വേണ്ട ഗൈസ്. എങ്ങനെ വന്നിട്ട് ഇവനല്ലേ ഒരു ഓഫ് റോഡ് ചെയ്യുക ഗൈസ്, അത് വേറെ കാര്യമാണ് കേട്ടോ. എന്താ ഇവനക്ക് സൈക്കിൾ കിട്ടാൻ ജീവനാണ്. അത് സാധാരണ സൈക്കിൾ കേട്ടോ. അവന് ഒരു ഓഫ് റോഡ് ചെയ്യുന്ന കാർ എങ്ങനെയാണോ അതേപോലെ തന്നെ ഓഫ് റോഡ് ചെയ്യും. ഇന്നലത്തെ അതിൻ്റെ വീഡിയോ എടുക്കാനും മറന്നുപോയി. രാവിലെ ചെയ്തെന്ന് പറഞ്ഞത് ഫുള്ള് ടയർ ഏകദേശം ഒരു വിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വലിയ ഓഫ് റോഡ് ഉണ്ടാ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. വരൂ ക്യാമറമാൻ. അപ്പോൾ ഒന്നും കൂടി പറയാണ്, നമ്മളെ കാറ് നിങ്ങൾ പരിധി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മിനിമം ഞങ്ങൾ പറയുന്നത് രാവിലെ മുതൽ ഏകദേശം ഉച്ച 12 മണി വരെ നമ്മൾ ഉണ്ടാകുന്ന സമയം കടപ്പുറത്താണ്. കടപ്പുറം ഭാഗത്ത് നിങ്ങൾ സൺഡേ നിങ്ങൾക്ക് നല്ല ലീവ് കിട്ടും. അപ്പം ഈ വരുന്ന സൺഡേ വെച്ചാൽ നാളെയാണ് സൺഡേ. അപ്പോൾ നാളത്തേക്കല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ പിന്നിലൊരു സൺഡേ ഉണ്ട്. ആ ഒരു സൺഡേ വരെ ഞങ്ങൾക്ക് ടൈമുണ്ട്. ആ ഒരു സൺഡേ വരെ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ഓരോ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ ഓരോ വീഡിയോസായി നിങ്ങൾ തരുന്നതാണ്. ഓരോരുത്തർ കാറ് കൊടുക്കുന്ന വീഡിയോസ്, നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയോ ഇല്ലേ എന്തെല്ലാം, അതിൻ്റെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നമ്മൾ ചാനലിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഏകദേശം നിർത്തി വെക്കണമെന്നുണ്ട് ഒരു സമയം, പക്ഷേ ഒരു കുറച്ചുകൂടി ടൈം എടുക്കും ഗൈസ്. യെസ്, നമുക്കൊരു 2-3 മിനിറ്റ് സംസാരിക്കാം ഗൈസ്. അങ്ങനെയുണ്ടോ സബ്സ്ക്രൈബ് താരങ്ങളൊക്കെ ചെറിയ മടിയുണ്ട് ഗൈസ്. അത് പോകുന്നുണ്ടോ പേടിച്ച് പോയാണ് ഗൈസ്. നല്ല പടക്കുന്നുണ്ടോ ഗൈസ്, നല്ല പടക്കുന്നുണ്ടോ. ഈ ഒരു പയ്യൻ നമുക്ക് ഏത് മീൻ പറഞ്ഞല്ലേ എവിടെ പോയി മീൻ എന്താക്കി കൊടുത്താ അവിടെ ഉണ്ടല്ലേ? ജീവനോടുണ്ടോ? ജീവനോടുണ്ടെന്ന് പറയുന്നത് ഗൈസ്, അറിഞ്ഞൂടാ. ചിലപ്പോൾ ചത്തുപോയി ഇതാവും. അതിൻ്റെ ആ ഒരു ചെകിള് അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറല പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അത് എനിക്ക് കൂടുതൽ അറിഞ്ഞൂടാ. ഫിഷിങ് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ അഥവാ അറിയുന്നില്ലെങ്കിൽ നമ്മളെ ക്യാമറമാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. നോക്കാം. ചെകിള് അടിച്ചാൽ പൊട്ടി പോവും, എന്തായി പോവും, ചത്തു പോവും. മുഷു ബ്രാലി അങ്ങനത്തെ എല്ലാം ഇല്ല. ഈ സൈഡ് ചെകിളില്ലേ, ആ ഒരു അതിനെ അടിച്ചു പോയാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ആ ഒരു ചെകിളിട്ട് ഒന്ന് കണ്ണി കയറി പോയാലില്ലേ, പൊട്ടിപ്പോയാൽ ചത്തു പോകും പെട്ടെന്ന്, ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഷിങ്ങിൽ അറിയുന്നവരും ജസ്റ്റ് ഒന്ന് കമന്റ് വെള്ളത്തിലില്ലാതെ വെള്ളത്തിലിട്ടാ കുറച്ച് സമയം
ഒരു കുറച്ച് സമയം നിൽക്കുന്നാണ് പറഞ്ഞത്. അപ്പം ഫിഷിങ് പിടിച്ച് കഴിഞ്ഞാൽ ആമല്ലേ നേരെ ഫിഷിങ് കറി വെക്കാം, അത് നല്ലത്. അത് വേറെ എൻ്റെ മുമ്പിൽ കാണുന്നില്ല കൈ. ഇതിന് മുന്നേ ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൈ ആണ് ആക്കിയത്, നല്ല അഭിപ്രായമാണ്, ഒന്നും പറയാനില്ല എനിക്ക്. ഒരു കറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ടേസ്റ്റെല്ലാം പറയുന്നത്. 100-99% ഉണ്ടാക്കി തന്നെ ആ ഒരു കിച്ചണിൽ ആ ഒരു എന്താ പറയല്ലേ ഗൈസ്, ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. നല്ല ഒരു മസാല ഇട്ട് അതിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ ഉടൻ തന്നെ ഉണ്ടാക്കണം. ഉണ്ടാക്കി അത് മീൻ നിങ്ങൾ ടേസ്റ്റ് നോക്കുക. അത് ഫ്രൈ ആയി കഴിക്കുമ്പോൾ ഫ്രൈ ആണ് കേട്ടോ, മറക്കരുത്. കറി വെച്ചാൽ നമുക്ക് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഗൈസ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫ്രൈയിലാക്കി കഴിച്ചാൽ അത്ര ടേസ്റ്റാണ് കേട്ടോ. അത് അനാമസ് ആവട്ടെ അരാപൈമ ഏതായിക്കോട്ടെ, ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നല്ല ആട്ടം കാണുന്നുണ്ട്, അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സിമെന്റ് കട്ട മുതൽ അങ്ങേ അറ്റം വരെ കാണുന്ന സിമെന്റ് കെട്ടിന്റെ അകത്ത് ഫുൾ മീനാണ്. നമുക്ക് എങ്ങനെ തൊട്ട് അങ്ങേ അറ്റം വരെ നമ്മളെ ക്യാമറമാൻ പോകുന്ന വരെ കണ്ടില്ലേ guys? ഈ ഒരു സ്ഥലം, അതായത് അപ്പുറത്തെ അറ്റം മുതൽ ഇപ്പുറത്തെ അറ്റം വരെ ഇതിന്റെ അകത്ത് മുഴുവനും മീനാണ്. കുഞ്ഞാണോ വലുതാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്, പക്ഷെ മുഴുവനും മീനാണ്. അത് വേറെ ലെവൽ. സോ സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട് ഗൈസ്. കഴിയുന്നില്ല, ആകെ ക്ഷീണം വന്നിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് പണിയെടുത്തതാണ്, ആകെ കയ്യിലെ കാറായി. ഇപ്പോൾ എന്ത് ചെയ്യുന്നവർ പിടുത്തില്ല. കാറ് എങ്ങനെ പോകുമെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ, ഈ തേങ്ങ പൊതിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയോ, ഈ തേങ്ങക്കാർ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചാൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. എനിക്ക് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഗൈസ്. കണ്ടില്ല ഗൈസ്, ഇതാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടെത്താൻ ശേഷം മനസ്സിലാവുന്നത് ഇതെല്ലാം ആ ഒരു കരിക്ക തേങ്ങ ഒലിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഗൈസ്. ഒന്നുകൂടി പറയാണ്, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങളെ 2 ഫ്രണ്ട്സിനെങ്കിലും വീഡിയോ അയച്ചു കൊടുത്തേക്കാം. ഉടൻ തന്നെ ഇതുപോലത്തെ വലിയ വീഡിയോസും കുഞ്ഞു വീഡിയോസും നമ്മുടെ ചാനൽ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല ഗായ്സ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി തന്നെ വരുന്നതാണ്. അതുവരേക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അതുവരേക്കും എൻ്റെ പേര് ബാബി KK. അതുവരേക്കും നമ്മൾ അടുത്ത ചാനൽ വരുന്നവരേക്കും അതുവരേക്കും ബൈ.